ഹായ് എവരിവൺ, എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ സദ്യ കഴിക്കാതിരിക്കുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയപ്പെടുന്ന ഒരു കാര്യമാണല്ലേ അതിന്റെ അറ്റത്തിരിക്കുന്ന ആ നാരങ്ങ അച്ചാർ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കൈ ഇങ്ങനെ പോകും, നമുക്കതൊന്ന് തൊട്ട് നക്കാൻ വേണ്ടി. ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 2 ചെറിയ നാരങ്ങയുടെ കണക്കാണ് കേട്ടോ. ഇനി 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട പച്ചമുളകാണ്. ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 1/2 കുടം വെളുത്തുള്ളിയും ക്ലീൻ ആക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും കൂടെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പിരിയമുളകിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊരു 4 ടീസ്പൂൺ പിരിയമുളകിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ആക്കി എടുക്കണം. സ്റ്റൗ സിമ്മിലേക്ക് മാറ്റാൻ മറക്കരുത്, പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പുളിയുടെ വെള്ളമാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ അച്ചാറിന് വടുകപ്പുളി നാരങ്ങ അച്ചാർ എന്നും പേരുണ്ട്. ഇനി ഇത് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ അച്ചാറിന്റെ പുളിയും എരിവും കയ്പും എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് നിർത്തുന്ന കാര്യം. ഇനി ഇതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 2 ചെറിയ കറിനാരങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. കണ്ടല്ലോ, ഈ അച്ചാർ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കുമല്ലോ. ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.